നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ പാത്തുവിനൊന്ന് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ. പാത്തുവിനോട് 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഫക്കെട്ട് ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഡോക്ടറൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഡോക്ടറൊക്കെ വന്ന് ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനാണ്. ഞങ്ങൾ അധികം സാധനം വാങ്ങാറ് ജാംജൂമെന്നാണ് കേട്ടോ. നെസ്റ്റോയിലേക്ക് അധികം അങ്ങനെ വരാറില്ല. ഇപ്രാവശ്യം ഞങ്ങൾ വന്ന ഡോക്ടറെ ക്ലിനിക്കിൻ്റെ അടുത്താണ് കേട്ടോ നെസ്റ്റോ. അപ്പോൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ. അപ്പോൾ വീട്ടിലേക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തതിന് ശേഷം ബില്ല് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ പാത്തുവിന് ഉമ്മ കൊട്ടയിലിരുത്തിയിട്ട് ഓടിക്കുകയാണ്. കാരണം താഴെയുള്ള സാധനങ്ങളൊക്കെ ഓള് വേഗം എടുത്തിടും കേട്ടോ. അപ്പോൾ ഉമ്മ ഓളെ കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താഴേന്ന് സാലഡൊക്കെ വാങ്ങിയിട്ട് മേലെ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും 25th ആനിവേഴ്സറി നടക്കുന്നതുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ നേരെ ഓർഡർ ചെയ്ത് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ വാങ്ങി സാലഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.